പിതൃസ്മരണയിൽ കർക്കിടക വാവു ബലിതർപ്പണം പ്രധാന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രം, ആലുവ, മണപ്പുറം, തിരുനാവായ എന്നിവിടങ്ങളിൽ പതിനായിരങ്ങളാണ് ബലിയിടാനെത്തിയത്. കർക്കിടക വാവ് ദിനമായി ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇന്ന് ബലിതർപ്പണം നടത്തിയത്. തിരുവനന്തപുരത്ത് തിരുവല്ലം പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, അരുവിപ്പുറം ശിവക്ഷേത്രം, ശംഖുമുഖം തുടങ്ങിയവിടങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണം നടന്നത്. പുലർച്ചെ 3:15 ബലിതർപ്പണ കർമ്മങ്ങൾ ആരംഭിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നഗരസഭയും ചേർന്നാണ് ബലിതർപ്പണത്തിനായുള്ള ക്രമീകരണങ്ങൾ നടത്തിയത്. ഓരോ കേന്ദ്രങ്ങളിലും 30ഓളം പുരോഹിതന്മാരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. മധ്യകേരളത്തിൽ ആലുവ, മണപ്പുറത്തും അദ്വൈതാശ്രമത്തിലുമായിട്ടാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ആലുവ, മണപ്പുറത്തും ആലുവയിലും വൻ ഭക്തജന പ്രവാഹമായിരുന്നു. അതേസമയം മലബാർ മേഖലയിൽ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ 10,000-കണക്കിന് ആളുകളാണ് ബലിതർപ്പണത്തിനായി എത്തിച്ചേർന്നത്. 16 പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ പുലർച്ചെ 2 മണിയോടെയാണ് കർമ്മങ്ങൾ ആരംഭിച്ചത്. വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിലും കോഴിക്കോട് വരക്കൽ ബീച്ചിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ന്യൂസ് ഡെസ്ക്. ആലപ്പുഴ പുന്നപ്പുറ തീരപ്രദേശത്ത് നങ്കൂരമിട്ടിരുന്ന വള്ളങ്ങൾ വേലിയേറ്റത്തെ തുടർന്ന് അപകടത്തിൽപ്പെട്ടു. 15 വള്ളങ്ങളാണ് കടലിൽ മുങ്ങിയത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. 3 വള്ളങ്ങൾ കാണാതായി. മത്സ്യബന്ധനത്തിന് ശേഷം പുന്നപ്പുറ കടപ്പുറത്ത് നങ്കൂരമിട്ടിരുന്ന വള്ളങ്ങളാണ് വേലിയേറ്റത്തെ തുടർന്ന് തകർന്നടിഞ്ഞത്. 15 വള്ളങ്ങൾ നഷ്ടപ്പെട്ടതായാണ് മത്സ്യത്തൊഴിലാളി നേതാക്കൾ തന്നെ പറയുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന നിയമപ്രകാരം തൊഴിലുപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചാൽ സഹായിക്കുന്ന ഒരു പദ്ധതിയും ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത് ഈ നാശനഷ്ടം അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ളതാണെങ്കിലും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനി അല്പം തൊഴിൽ ദിനങ്ങളുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് പ്രത്യേക സഹായം ഇക്കാര്യത്തിൽ നൽകുവാൻ തയ്യാറാകണം. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പലിശയ്ക്കും മറ്റും പണം വാങ്ങിയാണ് മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ വള്ളങ്ങൾ പുതുക്കിപ്പണിതത്. ഈ വള്ളങ്ങൾ നഷ്ടപ്പെട്ടതോടെ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ കടക്കണിയിലായിരിക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ സാധനമാകുമ്പോൾ 20 ലക്ഷം രൂപ എടുത്ത് എല്ലാം 10-15 പോയി. ഞാനത് കിട്ടുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി വെയിറ്റും കിട്ടും, ചിലപ്പോൾ മേലെ കിടക്കുന്ന പൊങ്ങുന്ന ബ്ലൂട്ടും കിട്ടും. അത്രേ ഉള്ളൂ, വേറെ ഒന്നും കിട്ടത്തില്ല. പല കംപ്ലീറ്റ് ചിലക്കാരെ പോകും. 40 ലക്ഷം രൂപ മുതൽ 70 ലക്ഷം രൂപ വരെ വിലയുള്ള വള്ളങ്ങളാണ് തകർന്നടിഞ്ഞത്. ഒരു വള്ളത്തിൽ 20 മുതൽ 30 വരെ മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യബന്ധനത്തിന് പോയിരുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പീപ്പിൾ ഫോളോ അപ്പ്. ഇത്തവണ ഓണത്തിന് ശീതകാല പച്ചക്കറികളുടെ കലവറയായ കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിലെ കർഷകരിൽ നിന്നും പൂർണ്ണമായും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുമെന്ന് ഹോർട്ടികോർപ്പ്. പ്രദേശത്ത് നിന്നുള്ള പച്ചക്കറി സംഭരണം അവതാളത്തിലായെന്ന പീപ്പിൾ വാർത്തയെ തുടർന്നാണ് വിശദീകരണവുമായി ഹോർട്ടികോർപ്പ് അധികൃതർ രംഗത്ത് വന്നത്. ശീതകാല പച്ചക്കറി കൃഷിയുടെ കലവറയായ കാന്തല്ലൂർ, വട്ടവട, മറയൂർ മേഖലയിൽ കർഷകർ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഹോർട്ടികോർപ്പ് വാങ്ങുന്നില്ലെന്ന കർഷകരുടെ പരാതി പീപ്പിൾ TV വാർത്തയാക്കിയതിനെ തുടർന്നാണ് ഓണം നാളുകളിൽ ഈ മേഖലയിൽ സജീവമാകാൻ ഹോർട്ടികോർപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കർഷകർ ഉത്പാദിപ്പിക്കുന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മുഴുവൻ ശേഖരിക്കുമെന്ന് ഹോർട്ടികോർപ്പ് അധികൃതർ അറിയിച്ചു. ഓണത്തിന് സമയമാകുമ്പം സ്വാഭാവികമായിട്ടും പച്ചക്കറിക്ക് കച്ചവടം കൂടുന്നതനുസരിച്ചിട്ട് ഇവിടെ നിന്നുള്ള സംഭരണം അതിനനുസരിച്ച് വർദ്ധിപ്പിക്കും. പിന്നെ കൃത്യമായി ഓണത്തെക്കുറിച്ചൊരു ഡയറക്ഷൻ ഇതുവരെ വന്നിട്ടില്ല സർക്കാരിന്റെ ഓഫീസിൽ നിന്നുള്ളത്. അപ്പോൾ അത് വന്നു കഴിയുമ്പം അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാവും. നിലവിൽ തമിഴ്നാട് വിപണിയെ ആശ്രയിക്കുന്ന കർഷകർക്ക് ഏറെ ആശ്വാസകരമാണ് ഹോർട്ടികോർപ്പിന്റെ തീരുമാനം. പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുന്നതിന് സ്ഥിരം സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ കാന്തല്ലൂരിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ ആളുകൾക്ക് പുതുരുചി തന്നെ പകർന്നു നൽകും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഓണം വിപണി ലക്ഷ്യം വെച്ച് കൃഷിയിറക്കിയ കർഷകരുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി വിളനാശം. ഇടുക്കി കാന്തല്ലൂരിലെ പച്ചക്കറി ഇടങ്ങളിലാണ് വിളയഴുകൽ രോഗം പടർന്നു പിടിക്കുന്നത്. കൃഷിവകുപ്പ് അധികൃതർ കൃഷിപ്പാടങ്ങൾ പരിശോധന നടത്തി പ്രതിരോധ നിർദ്ദേശങ്ങൾ നൽകി. ഓണം വിപണി ലക്ഷ്യം വെച്ച് കൃഷിയിറക്കിയ പച്ചക്കറി കർഷകരാണ് വിളകൾക്ക് ബാധിച്ച അഴുകൽ രോഗത്തെ തുടർന്ന് ദുരിതത്തിലായിരിക്കുന്നത്. ശീതകാല പച്ചക്കറികളായ കാബേജ്, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ബീൻസ് തുടങ്ങി വിളകൾക്കാണ് കീടബാധ ബാധിച്ചത്. വിളകളുടെ തണ്ടും ഇലകൾക്കുമാണ് ആദ്യം കീടബാധ ഉണ്ടായത്. കർഷകർ അറിയിച്ചതിനെ തുടർന്ന് കൃഷിവകുപ്പിന്റെ വിദഗ്ധ സംഘം കാന്തല്ലൂരിലെ കൃഷിമേഖലയിൽ പരിശോധന നടത്തി. കൃഷിയിടങ്ങളിലെ മണ്ണിന്റെ അമ്ലാംശം കുറഞ്ഞതാണ് കീടബാധയ്ക്ക് കാരണമെന്ന് കണ്ടെത്തി.
കുമ്മായമിട്ട് ആ അമ്ലത്വം പരിഹരിച്ചിട്ട് പച്ചക്കറി കൃഷി ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള രോഗങ്ങളുടെ ഈ ആക്രമണം ഉണ്ടാവാതിരിക്കാനും അതേപോലെ തന്നെ മണ്ണിലെ ന്യൂട്രിയൻസ് വളങ്ങളെല്ലാം വേണ്ട രീതിയിൽ വലിച്ചെടുക്കാനും ചെടികൾക്ക് സാധിക്കുകയുള്ളൂ. ബീൻസിന് കുമിൾബാധയും വെളുത്തുള്ളിക്ക് മഞ്ഞളിപ്പ് രോഗവും ഉരുളൻകിഴങ്ങിന് ബാക്ടീരിയ ബാധയും കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സാ മാർഗങ്ങളും സംഘം നിർദ്ദേശിച്ചു. ഫ്യൂസേരിയം എന്ന് പറയുന്ന കുമിൾ രോഗത്തിന് പ്രതിവിധിയായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ കാർബൻഡാസിം എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി മണ്ണിലെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രോഗപ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമായില്ലെങ്കിൽ ഓണക്കാലം വറുതിയുടെ കാലമാകുമോ എന്ന ആശങ്കയിലാണ് ഈ മേഖലയിലെ കർഷകർ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാലക്കാട് അട്ടപ്പള്ളത്ത് വൻ കുഴൽപ്പണവേട്ട. ചെന്നൈയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന 1,05 ലക്ഷം രൂപ എക്സൈസ് സംഘമാണ് പിടികൂടിയത്. ചെന്നൈ സ്വദേശികളായ 2 പേരെ അറസ്റ്റ് ചെയ്തു. പുലർച്ചെ 5 മണിയോടെ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 2 ബാഗുകളിൽ നിന്നായാണ് 1,05,28,000 രൂപ ലഭിച്ചത്. 1000, 500 രൂപ നോട്ടുകളായാണ് പണം എത്തിച്ചത്. ചെന്നൈ സ്വദേശികളായ അഹമ്മദ് തക്സിൻ, മുഹമ്മദ് ഖുദ്ദൂസ് എന്നിവരാണ് പിടിയിലായവർ. ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന സ്വകാര്യ അന്തർ സംസ്ഥാന ബസ്സിലെ യാത്രക്കാരായിരുന്നു 2 പേരും. പെരിന്തൽമണ്ണയിലേക്കുള്ള പണമാണെന്നിവർ മൊഴി നൽകി. മുമ്പും പണം കടത്തിയതായും പിടിയിലായവർ സമ്മതിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ VN ഗോപിദാസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വീക്ക്ലി വൺസ് അവരിങ്ങനെ പൈസ കൊണ്ടുപോയിരുന്നു എന്നാണ് പറയുന്നത്. സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട പണമാണെന്നാണ് അവരിപ്പോൾ പ്രാഥമികമായി ചോദ്യം ചെയ്തിരുന്ന അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അത് ഹവാല പണമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ലഹരി വസ്തുക്കളും പണവും സ്വർണവും കേരളത്തിലേക്ക് അതിർത്തി കടന്നെത്തുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടന്നുവരികയാണെന്നും എക്സൈസ് സംഘം പറഞ്ഞു. പിടികൂടിയ പണം ആദായ നികുതി വകുപ്പിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സെൻസർ ബോർഡിന്റേത് ഉട്ടോപ്യൻ നിലപാടുകളെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ. സിനിമയെ രക്ഷിക്കേണ്ട ബോർഡ് തന്നെ വിവേചനപരമായ നിലപാട് സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് കേസരിയുടെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കമൽ. സെൻസർ ബോർഡിന്റെ നിലപാടുകൾ സിനിമയെ വളർത്തുകയല്ല തളർത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരം സമീപനങ്ങൾ ബോർഡ് തിരുത്തണം. ചില ഉട്ടോപ്യൻ തീരുമാനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സെൻസർ ബോർഡ് എടുത്തു വരുന്നുണ്ട്. സിനിമ കാണാൻ വരുന്ന ആസ്വാദകനെ കൂടുതൽ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് സെൻസർ ബോർഡ് തീരുമാനം. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് കഥകളിയിൽ ഉണ്ടായത്. നിലവിലുള്ള സാങ്കേതികത മലയാള സിനിമയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. ഇതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. മലയാള സിനിമ പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് പിന്നോക്കം പോയതായും കമൽ പറഞ്ഞു. പുതുതലമുറയിൽ നിന്ന് ലോക സിനിമയിലേക്ക് ആരും എത്തിച്ചേരുന്നില്ല. ഇതെന്തുകൊണ്ടെന്ന് പരിശോധിക്കപ്പെടണം. നല്ല സിനിമയ്ക്ക് പ്രേക്ഷകർ ഉണ്ടാകുന്നില്ല. നല്ല സിനിമകൾ ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് കമൽ പറഞ്ഞു. അന്യഭാഷാ ചിത്രങ്ങൾ മലയാള സിനിമയെ വിഴുങ്ങുന്ന സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കടന്നുകയറ്റം ചെറുക്കപ്പെടേണ്ടതാണെന്നും കമൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 4 പതിറ്റാണ്ട് മുമ്പ് റവന്യൂ വകുപ്പ് പട്ടയം നൽകിയ ഭൂമിയിൽ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള 24 കുടുംബങ്ങൾക്ക് വനം വകുപ്പിന്റെ കുടിയിറക്ക് ഭീഷണി. കാസർഗോഡ് ജില്ലയിലെ വെസ്റ്റ് എളേരി ചാമക്കളം സ്വദേശികളാണ് ആശങ്കയിൽ കഴിയുന്നത്. സർക്കാർ നൽകിയ ഭൂമി സർക്കാർ തന്നെ തിരിച്ചുപിടിക്കാൻ നീക്കം നടത്തുമ്പോൾ നിസ്സഹായരാവുകയാണ് ഈ കർഷക തൊഴിലാളി കുടുംബങ്ങൾ. ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് സർക്കാർ പതിച്ചു നൽകിയ മിച്ചഭൂമിയിൽ 4 പതിറ്റാണ്ടായി വീട് വെച്ചും കൃഷി ചെയ്തും ജീവിച്ചു വരുന്നവരാണ് കാസർഗോഡ് വെസ്റ്റലേരി ചാമക്കളത്തെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന 24 കുടുംബങ്ങൾ. ജന്മിയിൽ നിന്നും ഏറ്റെടുത്ത മിച്ചഭൂമി 1976 അന്നത്തെ കണ്ണൂർ ജില്ലാ കലക്ടറാണ് ഭൂരഹിതരായ കർഷക തൊഴിലാളി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയത്. അന്ന് 1 ഏക്കർ വീതം ഭൂമിയാണ് അനുവദിച്ചത്. ഈ ഭൂമിയെല്ലാം ഇപ്പോൾ മക്കൾക്ക് വീതം വെച്ച് നൽകിയതിനെ തുടർന്ന് കുടുംബങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. ഭൂമിയാകെ കായ്ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഇതിനിടെയാണ് ഈ ഭൂമി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും കുടിയിറങ്ങേണ്ടി വരുമെന്നും വനംവകുപ്പ് ഈ കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. നാട്ടുകാരനായ MG രാമചന്ദ്രൻ. എത്രയോ വർഷമായിട്ട് ഇവരിവിടെ കുടിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്നിട്ട് പറയുന്നത് ഇവിടെ അത് ഫോറസ്റ്റ് ഏരിയയാണ്, കാര്യമായ ദേഹണമൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. വനംവകുപ്പ് പറയുന്നത് അവരുടേതാണെന്ന്. റവന്യൂ വകുപ്പാണല്ലോ ഇവർക്ക് സ്ഥലം കൊടുത്തത്. കുടിയിറക്ക് ഭീഷണിയിൽ നിന്നും ഈ ജനങ്ങളെ രക്ഷിക്കണം. കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ചാമക്കളം. റവന്യൂ വകുപ്പ് പട്ടയം നൽകുമ്പോഴോ ഭൂമി കൈമാറുമ്പോഴോ ഇടപെടൽ നടത്താതിരുന്ന വനം വകുപ്പ് 4 പതിറ്റാണ്ടിന് ശേഷം കുടിയിറക്ക് ഭീഷണി ഉയർത്തുകയാണ്. റവന്യൂ വനം വകുപ്പ് തർക്കങ്ങൾ സർക്കാർ തലത്തിൽ പരിഹരിക്കണമെന്നും കുടിയിറക്കിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കണമെന്നുമാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റും വനം വകുപ്പും തമ്മിലുള്ള തർക്കത്തിന്റെ ബലിയാടുകളാണ് കാസർഗോഡ് വെസ്റ്റലേരി പഞ്ചായത്തിലെ ചാമക്കളത്തെ 24ഓളം കുടുംബങ്ങൾ. ഏതു സമയത്തും ഈ കുടുംബങ്ങളെ ഇവിടെ നിന്നും കുടിയിറക്കാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ് അധികൃതർ. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.
സെക്രട്ടേറിയറ്റിന് മുന്നിൽ 1.5 ദിവസമായി ആത്മഹത്യാ ഭീഷണി മുഴക്കി ഉദ്യോഗാർത്ഥികൾ നടത്തിവന്ന സമരം അവസാനിച്ചു. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ തണ്ടർബോൾട്ട് റാങ്ക് പട്ടികയിലുള്ളവരുടെ നിയമനത്തിന് എത്രയും വേഗം തുടർ നടപടി സ്വീകരിക്കാമെന്ന DGPയുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിച്ചത്. IRB തണ്ടർബോൾട്ട് റാങ്ക് പട്ടികയിലുള്ളവരുടെ നിയമനത്തിന് എത്രയും വേഗം തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് DGP നൽകിയ ഉറപ്പിന്മേലാണ് 1.5 ദിവസം പിന്നിട്ട സമരം ഉദ്യോഗാർത്ഥികൾ അവസാനിപ്പിച്ചത്. ഇന്നിപ്പം ബഹുമാനപ്പെട്ട DGP ആയിട്ടും IG ആയിട്ടും ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് ഇന്ന് തന്നെ ഞങ്ങളൊരു റെപ്രസെൻറ്റേഷൻ ലെറ്റർ DGPക്ക് കൊടുക്കുക, തുടർ നടപടികൾ ഉടനെ തന്നെ എത്രയും വേഗത്തിലുണ്ടാകുമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. ആ ഒരു ഉറപ്പിന്മേലാണ് ഞങ്ങളിപ്പോൾ സമരം അവസാനിപ്പിച്ചത്. ആത്മഹത്യാ സമരം നടത്തിയ ഒരാളുടെ പേരിലും കേസെടുക്കില്ലെന്നും DGPയും IGയും ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പ് നൽകി. റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ മരത്തിലും 5 നില കെട്ടിടത്തിനു മുകളിലുമായി കഴിഞ്ഞ ദിവസമാണ് 7 ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയുള്ള സമരം ആരംഭിച്ചത്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ തണ്ടർബോൾട്ട് കമാൻഡോ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ അംഗങ്ങളാണ് സമരം നടത്തിയത്. മരത്തിന് മുകളിലുള്ളവർ രാത്രിയോടെ താഴെ ഇറങ്ങിയെങ്കിലും ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ കയറിയവർ 2ാം ദിനവും സമരം തുടരുകയായിരുന്നു. ആദ്യ ദിനം സമരക്കാരുടെ പ്രതിനിധികൾ മുഖ്യമന്ത്രി, ആഭ്യന്തര സെക്രട്ടറി, DGP എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും രേഖാമൂലമുള്ള ഉറപ്പ് ലഭിക്കാത്ത സാഹചര്യത്തിൽ സമരം തുടരുകയായിരുന്നു. DGPയുടെ ഉറപ്പോടെ സമരം അവസാനിച്ച സാഹചര്യത്തിൽ പോലീസ് സഹായത്തോടെയാണ് ഉദ്യോഗാർത്ഥികൾ ബഹുനില കെട്ടിടത്തിൽ നിന്നും താഴെയിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബൈക്കിൽ കറങ്ങി നടന്ന് സ്ത്രീകളുടെ മാല പൊട്ടിക്കുന്ന യുവാവ് കൊച്ചിയിൽ പോലീസിന്റെ പിടിയിലായി. തൃശൂർ ചുവന്നമണ് സ്വദേശി ജിൻസാണ് പിടിയിലായത്. 10 വർഷത്തിനിടെ എറണാകുളം, തൃശൂർ ജില്ലകളിലായി നടന്ന 50ഓളം മാലമോഷണ കേസുകളിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രതിയാണ് ഇയാൾ. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായകരമായത്. കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതി പോലീസിന്റെ വലയിലായത്. ഇയാൾ ഓടിച്ചിരുന്ന ബൈക്ക് പരിശോധിക്കുന്നതിനിടെ സീറ്റിനടിയിൽ നിന്നും വ്യത്യസ്ത നമ്പറുകളിലുള്ള നമ്പർ പ്ലേറ്റുകൾ കണ്ടെടുക്കുകയായിരുന്നു. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ കഥകൾ ഒന്നൊന്നായി പുറത്തുവന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 50ലേറെ സ്ത്രീകളുടെ മാല പൊട്ടിച്ചതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. പൾസർ ബൈക്കിൽ കറങ്ങി നടന്ന് മാല പൊട്ടിക്കുന്ന യുവാവിനെ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. മാല പൊട്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതും പ്രതിയെ തിരിച്ചറിയാൻ സഹായിച്ചു. ഈ പൾസർ ബൈക്കിലാണ് മാല പൊട്ടിക്കുന്നത് ശ്രദ്ധയപ്പെട്ടതും പൾസർ ബൈക്കിൻ്റെ ഐഡൻറ്റിറ്റിയും നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് പൾസർ ബൈക്ക് കാര്യമായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കഴിഞ്ഞ ദിവസം താമരശ്ശേരി റോഡ് വെച്ച് ഇതിൻ്റെ പൾസർ ബൈക്കുകാരനെ കാണുകയും ഇതിൽ നമ്പറിൽ സംശയം തോന്നിയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ആണ് വാഹനം പരിശോധിച്ചപ്പോൾ ആ വാഹനത്തിനുള്ളിൽ നിന്ന് വേറെ നമ്പർ പ്ലേറ്റ് കിട്ടി. ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചായിരുന്നു ഇയാൾ മോഷണം നടത്തിയിരുന്നത്. തിരക്കില്ലാത്ത റോഡുകളിലൂടെ ഒറ്റയ്ക്ക് നടന്നുപോകുന്ന സ്ത്രീകളായിരുന്നു ഇരകൾ. മുൻപും സമാന കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. മോഷണം വഴി ലഭിച്ച പണം ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു ഇയാളെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആലപ്പുഴ ജില്ലയിൽ തകർന്നു കിടന്ന നാഷണൽ ഹൈവേയുടെ ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. ടൈല് പാകിയും പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ റീടാർ ചെയ്തുമാണ് പണികൾ പുരോഗമിക്കുന്നത്. നിർമ്മാണത്തിലെ ക്രമക്കേടുകളെ തുടർന്നാണ് റോഡ് തകർന്നതെന്ന പരാതികളെ തുടർന്ന് അന്വേഷണവും നടക്കുന്നുണ്ട്. ദേശീയപാതയിൽ ഏറ്റവും മോശമായ രീതിയിൽ റോഡ് നിർമ്മാണം നടന്നത് ആലപ്പുഴ ജില്ലയിലായിരുന്നു. ചേർത്തല മുതൽ ഓച്ചറ വരെ 80 കിലോമീറ്റർ ദൂരത്ത് വാഹനം ഓടിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയായിരുന്നു. റോഡിൻ്റെ കരാർ കാലാവധി തീരാൻ 1.5 വർഷം ബാക്കി നിൽക്കെയാണ് റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞത്. 60 കോടി രൂപയുടെ കരാറായിരുന്നു 80 കിലോമീറ്റർ റോഡിന് നൽകിയിരുന്നത്. എന്നാൽ 30 കോടി രൂപ മാത്രമാണ് ഈ റോഡിന് ചിലവഴിച്ചത്. ബാക്കി തുക എവിടെ പോയി എന്നത് സംബന്ധിച്ച് അന്വേഷണം നടന്നു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ 70 മീറ്റർ നീളത്തിലും 16 മീറ്റർ വീതിയിലുമാണ് ഇവിടെ റോഡ് ഇന്റർലോക്ക് ഇട്ട് നവീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുന്നപ്പുറയിലെ ഈ ഭാഗമാണ് ഏറ്റവും വഷളായിരുന്നത്. റോഡ് മുഴുവൻ വെള്ളം കയറി കടലായി നാശമായി കിടന്നു. വലിയ വ്യാപാര കേന്ദ്രം കൂടി ആയതുകൊണ്ട് ടൈലിട്ട് ഈ റോഡ് മൊത്തം 70 മീറ്റർ നീളത്തിലും 14 മീറ്റർ വീതിയിലുമാണ് ഈ ഇവിടെ ടൈലിട്ടിരിക്കുന്നത്. അപ്പോൾ ടൈലിട്ട് ഏകദേശം കഴിയാറായപ്പോൾ 2 ഭാഗത്തെയും പ്രശ്നം ഉയർന്നു വന്നു. ആ 2 ഭാഗം ചെളിയായിട്ട് കിടക്കുകയാണ്. അത് വലിയ തരത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. അവിടെ ഈ ടൈലിട്ട ഭാഗത്തോടെ ഉയർത്തി കോൺക്രീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഭാവിയിൽ മഴക്കാലത്തും റോഡ് തകരാതെ നിലനിൽക്കുന്നതിന് വേണ്ടി പുതിയ സംവിധാനത്തെക്കുറിച്ചാണ് മന്ത്രി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള റോഡുകളും റബ്ബറും കയർ ജിയോ ടെക്സ്റ്റൈലും ഉപയോഗിച്ചുള്ള റോഡുകളും നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാനത്തെ ഹൈസ്കൂൾ മുതൽ +2 വരെയുള്ള മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആക്കും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളുകൾ ഹൈടെക് ആകുന്നത്. 2 മാസത്തിനകം പദ്ധതി നടപ്പിലാക്കി തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് പറഞ്ഞു.
പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ 8 മുതൽ +2 വരെയുള്ള 40,000-ഓളം ക്ലാസ് മുറികൾ ആധുനികവൽക്കരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുഴുവൻ ക്ലാസ് മുറികളും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി മാറ്റി വൈഫൈ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുക്കും. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ മുഴുവൻ അധ്യാപകർക്കും പരിശീലനം നൽകും. 40,000-ഓളം ക്ലാസ് മുറികൾ കേരളത്തിൽ ഹൈടെക് ആയിട്ട് മാറും. ഇങ്ങനെ ഹൈടെക് വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അധ്യാപകർക്കുള്ള പരിശീലനവും പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ അധ്യാപകരെയും ഈ ഹൈടെക് സംവിധാനം ഉപയോഗിക്കുവാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അധ്യാപക പരിശീലനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഇതോടൊപ്പം സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ ജൈവ വൈവിധ്യ പാർക്കുകളാക്കി മാറ്റും. ഹൈസ്കൂളിലും +2വിലും പദ്ധതി നടപ്പിലാക്കിയ ശേഷം തിരഞ്ഞെടുത്ത UP LP സ്കൂളുകളിലും ആധുനികവൽക്കരണം നടപ്പിലാക്കും. LDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയുൾപ്പെടെ ആകെ 1300 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണത്തിന് ചെലവഴിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശില്പശാലയിൽ ഉയർന്നുവന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതിക്ക് രൂപം നൽകും. ആദ്യം ആധുനികവൽക്കരണ പദ്ധതി നടപ്പിലാക്കുന്ന പുതുക്കാട്, ആലപ്പുഴ, കോഴിക്കോട് നോർത്ത്, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികളും സ്കൂളുകളിലെ പ്രധാന അധ്യാപകരുമാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. ഇതിന്റെ തുടർച്ചയായി അടുത്ത മാസം ഈ മണ്ഡലങ്ങളിൽ ശില്പശാലകൾ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പീപ്പിൾ ഇമ്പാക്ട് റിസോഴ്സ് അധ്യാപക നിയമനത്തിൽ ക്രമക്കേട് നടന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. IED സെൽ DD രാജന്റെ മുൻകാല പ്രവർത്തനങ്ങൾ അന്വേഷിക്കും. രാജന് പകരം മറ്റൊരാൾക്ക് ചുമതല നൽകും. ഇനിയുള്ള നിയമനങ്ങൾ സുതാര്യമായിരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. റിസോഴ്സ് ടീച്ചർമാരുടെ നിയമനത്തിനായി IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ R രാജനും സഹായി ജ്യോതിഷും കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടതിനെ തുടർന്ന് രാജനെതിരെ വിവിധ കോണുകളിൽ നിന്നും വ്യാപക പരാതികളാണ് ഉയരുന്നത്. പീപ്പിൾ വാർത്തയെ തുടർന്ന് രാജനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് അഡീഷണൽ DPIയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് റിസോഴ്സ് ടീച്ചർ നിയമനത്തിൽ ക്രമക്കേട് നടന്നതായി ബോധ്യപ്പെട്ടുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വ്യക്തമാക്കിയത്. DD രാജന്റെ മുൻകാല പ്രവർത്തനങ്ങളെപ്പറ്റി അന്വേഷിക്കും. രാജന് പകരം മറ്റൊരാൾക്ക് ചുമതല നൽകിയതിനു ശേഷമായിരിക്കും ഇനി നിയമനങ്ങൾ നടത്തുക. നിയമനങ്ങൾ സുതാര്യമായിരിക്കുമെന്നും മന്ത്രി പീപ്പിൾ TVയോട് പറഞ്ഞു. റിസോഴ്സ് ടീച്ചേഴ്സിനെ എടുക്കുന്ന പ്രക്രിയയിൽ ഒരുപാട് അപാകതകളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടറെ സസ്പെൻഡ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുകയാണ്. എന്താണ് ഇതുവരെ ഉണ്ടായത്, ബാക്ക് ഫയൽസ് പരിശോധിക്കുക, ഇതിനു മുമ്പ് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക, ഇത്തവണ നടക്കേണ്ടുന്ന ഇൻ്റർവ്യൂവിൽ എന്തെങ്കിലും തെറ്റായ പ്രിപ്പയറേറ്ററി സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ പൂർണ്ണമായിട്ടും ഈ സെലക്ഷൻ ട്രാൻസ്പെറൻ്റ് ആകത്തക്ക രീതിയിലുള്ള ഒരു മെഷർ എന്ന രീതിയിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് മറ്റൊരാൾക്ക് ചുമതല കൊടുത്തുകൊണ്ട് ഈ പരിശോധനകൾക്ക് കഴിഞ്ഞ് സുതാര്യമായി തന്നെ ആർക്കും എതിർപ്പില്ലാത്ത രീതിയിൽ സെലക്ഷൻ പൂർത്തിയാകും. PV കുട്ടൻ, കോഴിക്കോട്. വിവാദ പ്രസംഗത്തിൽ R ബാലകൃഷ്ണപിള്ളയുടെ വിശദീകരണം. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും താൻ ന്യൂനപക്ഷ വിരുദ്ധനല്ലെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജമായ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ബാലകൃഷ്ണപിള്ള വ്യക്തമാക്കി. ശുദ്ധമായ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കൊടുത്ത ഒരു നടപടിയാണ്. അത് കൊടുത്തതാരാണെന്നും ചെയ്തതാരാണെന്നും ഒക്കെ എനിക്കറിയാം. എനിക്കതിനൊന്നും പരാതിയില്ല. കാരണം ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തെ 56 ഹെക്ടർ നിലത്ത് നവംബറിൽ കൃഷി ഇറക്കുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി. പദ്ധതി പ്രദേശത്ത് KGS ഗ്രൂപ്പ് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതായി കണ്ടെത്തിയ സ്ഥലം മിച്ചഭൂമിയായി പ്രഖ്യാപിക്കും. പദ്ധതി പ്രദേശത്തെ വ്യവസായ മേഖലാ പ്രഖ്യാപനം പിൻവലിക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞതായും കൃഷിമന്ത്രി അറിയിച്ചു. വിമാനത്താവളത്തിനായി മണ്ണിട്ട് നികത്തുകയും കാലങ്ങളായി തരിശായി കിടക്കുകയും ചെയ്യുന്ന പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷിമന്ത്രി VS സുനിൽകുമാർ ആറന്മുള സന്ദർശിച്ചത്. വിമാനത്താവളത്തിനായി മണ്ണിട്ട് നികത്തിയതിലൂടെ നീരൊഴുക്ക് നിലച്ച കരിമാടം തോട് പുനഃസ്ഥാപിക്കാനുള്ള ഹൈക്കോടതി വിധി 2 വർഷമായിട്ടും നടപ്പിലാകാത്തതിന് ജില്ലാ ഭരണകൂടത്തെ മന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലാൻഡ് സീലിംഗ് നിയമം വകുപ്പ് ലംഘിച്ചുകൊണ്ട് ഭൂമി കൈവശം വെച്ചിരിക്കുന്നു വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ 6-ാം തീയതിയിലെ യോഗത്തിൽ ഇത് മിച്ചഭൂമിയായി പ്രഖ്യാപിക്കണം. 56 ഹെക്ടർ സ്ഥലത്ത് ആദ്യം ഇത് പുനഃസ്ഥാപിക്കാൻ, കൃഷി പുനരാരംഭിക്കാനും ബാക്കിയുള്ള സ്ഥലത്തേക്ക് അടിയന്തരമായി കൃഷി വ്യാപിപ്പിക്കാനുള്ള നടപടിക്രമത്തിലേക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി അതിന്റെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എന്ത് വന്നാലും ശരി, നവംബർ മാസത്തിൽ കൃഷി ഇറക്കാൻ കഴിയുന്ന വിധത്തിൽ ആ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് അക്ഷരം പ്രതി അനുസരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് സാധിക്കും.
ഏത് സാഹചര്യത്തിലും കുടികൾക്ക് ആരംഭിക്കാൻ വേണ്ടി സാഹചര്യം കൃഷി വകുപ്പ് ഒരുക്കി കൊടുക്കും. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് KGS ഗ്രൂപ്പ് അനധികൃതമായി സ്ഥലം കൈവശം വെച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ട് 24 മാസമായിട്ടും താലൂക്ക് ലാൻഡ് ബോർഡ് നടപടി സ്വീകരിച്ചിട്ടില്ല. ഈ മാസം 6-ാം തീയതി ചേരുന്ന യോഗത്തിൽ ഈ സ്ഥലം മിച്ചഭൂമിയായി പ്രഖ്യാപിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ആറന്മുള, മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തുകളിലായി 443 ഹെക്ടർ സ്ഥലമുള്ളതിൽ 443 ഹെക്ടർ നിലമുള്ളതിൽ 20 ഹെക്ടറിൽ മാത്രമാണ് ഇപ്പോൾ കൃഷിയുള്ളത്. നവംബറിൽ തന്നെ പ്രാഥമികഘട്ട കൃഷി ആരംഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ആറന്മുള MLA വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ പ്രത്യേക സമിതി രൂപീകരിക്കാനും തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. KM മാണി BJPയോടൊപ്പം പോകുന്നത് ആത്മഹത്യാപരമെന്ന് കുഞ്ഞാലിക്കുട്ടി. മാണിയും BJPയും ആശയപരമായി യോജിക്കില്ല. മാണിക്ക് UDFൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും അവ ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് പറഞ്ഞു. BJPയോട് കൂടുക എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അതോടുകൂടി കൂടുന്നവരുടെ ഭാവി എന്താവും എന്ന് 2 പ്രാവശ്യം കൂടുന്നവർക്ക് ആലോചിക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അത്തരമുള്ള ആത്മഹത്യാപരമായ നിലപാടെടുക്കും എന്ന് ഞങ്ങളാരും കരുതുന്നില്ല. 1.25 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ എക്സൈസിന്റെ പിടിയിലായി. തമിഴ്നാട്ടിൽ നിന്ന് കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തുമ്പോഴാണ് യുവാക്കൾ പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിക്കവെയാണ് 2 യുവാക്കൾ പിടിയിലായത്. കാന്തല്ലൂർ പെരുമല സ്വദേശി അർമുഖന്റെ മകൻ ലക്ഷ്മണൻ, പുത്തൂർ സ്വദേശി പളനിസ്വാമിയുടെ മകൻ രാംകുമാർ എന്നിവരാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്ന് ബൈക്കിൽ കേരള തമിഴ്നാട് അതിർത്തിയായ മറയൂർ ചിന്നാർ ചെക്ക് പോസ്റ്റ് വഴി കഞ്ചാവ് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് കടത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രതികൾ പിടിയിലായത്. എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ പ്രതികൾ കുടുങ്ങുകയായിരുന്നു. ഉദുമൽപേട്ടയിൽ നിന്ന് മറയൂർ മേഖലയിലെത്തിച്ച് വിനോദസഞ്ചാരികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്യുന്നതിനാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതികൾ സമ്മതിച്ചു. ഇവർ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച മോട്ടോർ ബൈക്കും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ നാളെ ദേവികുളം കോടതിയിൽ ഹാജരാക്കും. മൂന്നാർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജീവ് വി നായർ, പ്രിവന്റീവ് ഓഫീസർമാരായ സുനിൽ ആൻഡോ, സിഇഒമാരായ ജോളി ജോസഫ്, സോണി TC, അരുൺ VS, ജയരാജ് KP എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.